ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞ് ഇന്നാണ് ഞാനെനിക്ക് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനെനിക്ക് ഒരു വീഡിയോയിലാണെങ്കിൽ ചെടി നടുന്ന വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു. അപ്പോൾ ആ ചെടിയൊക്കെ കുറച്ചൊക്കെ പൂത്തൊക്കെ വന്നിട്ടുണ്ട്. രണ്ട് ചെടിയിൽ മാത്രമേ പൂക്കാത്തുള്ളൂ, ബാക്കി ആണെങ്കിൽ പൂത്തൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു ചെടിയിലാണെങ്കിൽ മുട്ട് വന്നിട്ടുണ്ട്, പൂത്തില്ലെന്നേ ഉള്ളൂ. ബാക്കി എല്ലാ ചെടി പൂത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്നും അത് കാണിച്ചു തന്നാലോ ഗൈസ്? കണ്ടോ ഗൈസ്? അപ്പോൾ ആണെങ്കിൽ ചെടിയൊക്കെ നല്ല സൂപ്പറായിട്ട് ഭംഗിയായിട്ട് എല്ലാം മണമുണ്ട് ഗൈസ്. ഇത് നോക്ക് ഗൈസ്, നല്ല ഭംഗിയുണ്ട്. അങ്ങറ്റം വരെ പൂത്തിട്ടുണ്ട് ഗൈസ്. അങ്ങറ്റം വരെ ആണെങ്കിൽ പൂത്തിരിക്കുന്നത് ഈ ചെടിയും, പിന്നെയാണെങ്കിൽ കടലാസ് ചെടി എന്ന് പറയുന്ന ആ ചെടിയും കൂടെയാണ് അവിടെ പൂത്തിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ആണെങ്കിൽ ഞാനെങ്കിൽ കഴിഞ്ഞ വീഡിയോയിലാണെങ്കിൽ പറഞ്ഞിരുന്നു ഞാനെങ്കിൽ തയ്ക്കുന്ന വീഡിയോ ചെയ്യാമെന്ന്. ഞാൻ മറന്നിരിക്കുകയായിരുന്നു, ഇപ്പോഴാണ് ഓർത്തത് ഗൈസ്. അപ്പോൾ ആണെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാനാണെങ്കിൽ തയ്ക്കുന്ന വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ആണെങ്കിൽ അതിൻ്റെ വീഡിയോ എടുത്തിടാനുള്ള സമയമൊന്നുമില്ലായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഞാനാണെങ്കിൽ ഒത്തിരി ഡ്രസ്സുകളൊന്നും ഞാൻ വലുതായിട്ട് ഡ്രസ്സ് തയ്ച്ചൊന്നും പുറത്തൊന്നും കൊടുക്കല്ല. ഞാൻ എൻ്റെ ഡ്രസ്സുകൾ മാത്രമാണ് ഞാൻ തയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ തയ്ക്കുന്ന വീഡിയോ ഒന്നും ഞാനാണെങ്കിൽ നിങ്ങൾക്ക് ഇടാത്തത്. ഞാൻ എന്തായാലും ഒരു ഡ്രസ്സാണെങ്കിൽ ഞാൻ എന്തായാലും ആ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും എപ്പോഴായിരുന്നാലും. അപ്പോൾ ഞാൻ ഇന്ന് ബാക്ക് ഭാഗത്ത് വന്നായിരിക്കും ഗൈസ്. നടന്ന കാര്യമൊക്കെ പറഞ്ഞ് ഞാൻ ഈ ബാക്കിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ബാക്ക് സൈഡാണെങ്കിൽ എല്ലാം പൊളിഞ്ഞ് കിടക്കണം ഗൈസ്. അതുകൊണ്ട് എല്ലാം പൊളിഞ്ഞ് കിടക്കണം. ഇതാണ് ബാക്ക് ഭാഗം, എല്ലാം പൊളിഞ്ഞ് കിടക്കുക. ബാക്ക് മാത്രമല്ല പൊളിഞ്ഞ് കിടക്കണത്, വീടിൻ്റെ അകം എല്ലാം പോയിരിക്കും. ഉണ്ട്, ഇത് ചുടുകെട്ട വെച്ചാണ് എല്ലാം ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ആണെങ്കിൽ അകഭാഗമാണെങ്കിൽ പിന്നെ പറയണ്ടേ, കുറേയൊക്കെ ആണെങ്കിൽ ചെതലൊക്കെ തിന്ന് പറക്കിയെല്ലാം ആണെങ്കിൽ കുറേയൊക്കെ പകുതി ഭാഗം അതിൻ്റെ മൂടെല്ലാം പോയിരിക്കുകയാണ്. അപ്പോൾ ആണെങ്കിൽ ബാക്കി ഇനി അത് ഒന്നും തൊടാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടാണ് ഇരിക്കുന്നത് ഗൈസ്. അപ്പോഴാണെങ്കിൽ അതുകൊണ്ട് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. ഞാൻ ആ ഭാഗമൊക്കെ ഒരു ദിവസം ഞാൻ കാണിക്കാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ആണെങ്കിൽ കാണുമ്പോൾ മനസ്സിലാവും, നിങ്ങൾക്ക് കാണുന്നവർക്കല്ലേ മനസ്സിലാവണം ഞാൻ ശരിയാണോ പറയണത് കള്ളാണോ പറയണതെന്ന് മനസ്സിലാവുള്ളൂ. നേരിട്ട് വീഡിയോയിൽ കാണിക്കുമ്പോഴല്ലേ മനസ്സിലാവണം ഗൈസ്. അപ്പം ആണെങ്കിൽ ഞാൻ ഒരു ദിവസം കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ആണെങ്കിൽ ഞാൻ ആദ്യത്തെ പ്രാവശ്യം തന്നെ ഇവിടെ പൊളിഞ്ഞ് വീണപ്പോൾ ഞാനാണെങ്കിൽ ആ അപ്പുറത്തെ ഭാഗത്താണ് പൊളിഞ്ഞ് വീണത് ഗൈസ്. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ നല്ല ഇവിടെയാണെങ്കിൽ കുഴിയൊക്കെ ആയിട്ടാണ് കിടന്നത്, ഇവിടെ മിറ്റമൊക്കെ. അപ്പോൾ ആണെങ്കിൽ ഞാൻ അവിടെയെല്ലാം നിരത്തി പറക്കി സൈഡ് പറക്കിയെല്ലാം ആണെങ്കിൽ എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിന്നെയും രണ്ടാമത് വീണ്ടും ആണെങ്കിൽ എല്ലാം പോയി. അതും ഞാനാണെങ്കിൽ കുറച്ചൊക്കെ ആണെങ്കിൽ അതേപോലെ ഞാൻ വീണ്ടും വെച്ചായിരുന്നു. പിന്നെ കുണ്ടും കുഴിയൊക്കെ കിടക്കുന്ന സ്ഥലത്തൊക്കെ ഞാനാണെങ്കിൽ കുഴിയൊക്കെ കിടക്കുന്ന ആ സ്ഥലത്തും എല്ലാം ഞാനാണെങ്കിൽ അവിടെയൊക്കെ എല്ലാം വച്ചിരുന്നായിരുന്നു. കല്ലും മണ്ണും ഒക്കെ ഇട്ട് അവിടെ സെറ്റാക്കി. പിന്നെ ഇത് മൂന്നാമത്തെ തവണ വീണ്ടും ഇത് മൂന്നാമത്തെ തവണ വീണയാണ്. അപ്പോൾ ആണെങ്കിൽ ആ സ്റ്റെപ്പൊക്കെ വീണതാണ് ഇപ്പോൾ ഇതിവിടെ കിടക്കണത്. പക്ഷേ ഇവിടെ നിന്ന് ആണെങ്കിൽ ഞാൻ കുറച്ച് ഈ കത്തിച്ചിരിക്കുന്ന ഈ ഭാഗത്തുനിന്ന് ഞാനാണെങ്കിൽ എടുത്ത് ഇവിടെ കുറച്ചൊക്കെ അതൊന്ന് നേരത്തെ ഇട്ടതിൻ്റെ ബാക്കി ഭാഗത്ത് കുറച്ചുകൂടെ മണ്ണൊക്കെ ഇടാനുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ അവിടെ കുറച്ച് മണ്ണും കൂടെയൊക്കെ ഇട്ട് ആണെങ്കിൽ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഇപ്പം മഴയൊക്കെ പെയ്ത് എല്ലാം കുറേയൊക്കെ ഒലിച്ച് പോയായിരുന്നു. പിന്നെ ബാക്കി ഇപ്പോൾ ആണെങ്കിൽ ഇതിഞ്ഞ് ബാക്കി കിടക്കണം, എടുക്കാൻ പറ്റുമോ, എല്ലാം കട്ട പിടിച്ച്. അത് മാത്രമല്ല, ഇത് എടുക്കുന്ന സമയത്ത് പൊട്ടിച്ചെടുക്കുന്ന അതിൻ്റെ അടുത്തുനിന്ന് കുഞ്ഞ് എട്ടുകാലികൾ പറഞ്ഞു, വലിയ കുഞ്ഞ് എട്ടുകൾ നിറച്ചും പറഞ്ഞു. ഞാനാണെങ്കിൽ പൊട്ടിച്ച ആ സമയത്ത് തന്നെ എട്ടുകാലികളൊക്കെ ആണെങ്കിൽ കുറേ ഉണ്ടായിരുന്നു. ഞാൻ കുറേ തന്നെ ചവിട്ടി കൊന്ന്, കുറേ ആണെങ്കിൽ കുത്തിക്കൊന്ന്, അങ്ങനെയൊക്കെയാണ് ചെയ്തത് ഗൈസ്. പിന്നെ അതുകൊണ്ട് പിന്നെ വീണ്ടും അത് ഒറ്റയ്ക്ക് കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇത് നേരത്തെ ഒറ്റയ്ക്കാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ഒറ്റയ്ക്ക് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല, മടുക്കും. ഭയങ്കര വെയിലൊക്കെ ആയതുകൊണ്ട് അങ്ങനെ മടുക്കും. അപ്പോൾ വലിയവരൊക്കെ കൊണ്ട് ഒന്ന് പറ്റുള്ളൂ ഇതൊക്കെ ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ ചെയ്യാതെ വെറുതെ അങ്ങനെ ഇട്ടിരിക്കണം. ആദ്യത്തെ പ്രാവശ്യമൊക്കെ
രണ്ട് തവണ ഞാനാണെങ്കിൽ കല്ല് മറ്റേ സൈഡിൽ കൂടെ ഒക്കെ ഇട്ട് അതാണ് ഇതവിടെ കിടക്കണത് ഗൈസ് ഈ സൈഡിലൊക്കെ. അപ്പോൾ ഇത് 3ാമത്തെ തവണയാണ്. ഇത് എടുക്കാൻ പറ്റില്ല. ഇനി ചിലപ്പോൾ ഇനി അടുത്തും പൊളിയാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അതുകൊണ്ട് എല്ലാം പൊട്ടി പൊളിഞ്ഞ് വീണ്ടും ഇത് അവിടെ ഇരിക്കും. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞൊക്കെ വീണ്ടും ഇതായിരിക്കും. ഇനി മഴ പെയ്തതിന് ചിലപ്പോൾ അതും കൂടെ ടമ്മ കിടക്കും മുട്ടിൽ. പിന്നെ ഞാനാണെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഗൈസ്. അടുക്കളയുടെ ഭാഗമൊക്കെ ഞാൻ പൊളിഞ്ഞെല്ലാം പോയതിൻ്റെ ഫേസ്ബുക്കിൽ അതൊക്കെ ഇട്ട് കുറച്ച് പേരൊക്കെ ആണെങ്കിൽ അതിൽ കമൻറ്റുകൾ ഇട്ടായിരുന്നു. അവർ സങ്കടത്തിൻ്റെ ഇതൊക്കെ ഇമേജൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണെങ്കിൽ സങ്കടപ്പെട്ടിട്ട് എന്ത് കാര്യം, ഇത് മരം വീണത് പോയതാണ് ഗൈസ്. ഇത് മരമാണെങ്കിൽ ആ സൈഡിലാണ്, ഇതുകൊണ്ട് ആ സൈഡിൽ ആ മൂലയിലാണെങ്കിൽ ഒരു മരമുണ്ട്. മരം വീണ് അങ്ങനെയാണെങ്കിൽ പോയതാണ്. അപ്പോൾ ആ മരമാണെങ്കിൽ മുറിച്ചെല്ലാം സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ആ അടുക്കളയാണെങ്കിൽ ഒന്നും കൂടെ ആണെങ്കിൽ പണിഞ്ഞല്ല സീറ്റൊക്കെ ഇട്ട് സീറ്റാണ് ഇട്ടിരുന്നത്. അപ്പം അതൊന്നും കൂടെ ആണെങ്കിൽ സെറ്റാക്കി എല്ലാം വെച്ച് അവിടെ ഇട്ടാണ് ഇപ്പോൾ വേവിച്ചൊക്കെ എടുക്കുന്നത്. അവിടെ വേവിക്കുന്ന സ്ഥലമാണ് ഗൈസ്, വെള്ളം ഉണ്ടാക്കി പുറകെ കഴിക്കുന്ന സ്ഥലം. അപ്പം ആണെങ്കിൽ ഞാൻ വിചാരിച്ചു എന്തായാലും ആണെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസത്തെ ആണെങ്കിൽ ഒന്ന് ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചു. സമയം കിട്ടാത്തത് കൊണ്ടാണ്. സമയം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കും വലിയ തിരക്കില്ല കേട്ടോ ഇത് ജോലി ചെയ്യണമെന്ന്. അതുകൊണ്ടൊന്നുമില്ല. ആണെങ്കിൽ വീട്ടിൽ ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ചെയ്യാനൊന്നും പറ്റില്ല. അവർ അലപ്പുമ്പോൾ ഒക്കെ ആകുമ്പോൾ വർത്തമാനം പറയുമ്പോൾ ആണെങ്കിൽ വീഡിയോ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എനിക്കാണെങ്കിൽ നല്ല സ്വാതന്ത്ര്യമായിട്ട് ആണെങ്കിൽ ആരും ഇല്ലാത്തതപ്പം വീഡിയോ ഒക്കെ ചെയ്യാനാണ് എനിക്കിഷ്ടം. അപ്പോൾ പറയാൻ വന്നതൊക്കെ ആണെങ്കിൽ മറന്നും പോവില്ല, ഒന്ന് പറയാനുള്ളത് അപ്പം തന്നെ പറയുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാനാണെങ്കിൽ വീഡിയോ ആണെങ്കിൽ കുറച്ച് ദിവസമൊക്കെ ആയിട്ട് ചെയ്യാത്തതും. പിന്നെ ആണെങ്കിൽ ഞാനാണെങ്കിൽ അല്ലാതെയൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്, ഡാൻസിൻ്റെ വീഡിയോ അല്ലാതെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതേപോലെ ഞാനാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഞാൻ ചെയ്യുന്നുണ്ട് ഗൈസ്. വീഡിയോ കാണുന്നവരൊക്കെ കാണും, ഇതിൽ കാണുന്ന യൂട്യൂബിൽ കാണുന്നവർ അതിൽ കാണുന്നവരും കാണും. അപ്പോഴാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങളെല്ലാം പറയണം ഗൈസ്. അപ്പോഴാണെങ്കിൽ അപ്പോൾ ബൈ ഗൈസ്. ഇനി പറയാനൊന്നുമില്ല, ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പം ബൈ.